വി ജോയ് 502 വോട്ടിന് മുന്നിൽ, ആറ്റിങ്ങലിൽ വി ജോയ് 502 വോട്ടിന് മുന്നിൽ തിരിച്ചു പിടിച്ചിരിക്കുന്നു. വി ജോയ് തന്റെ പോരാട്ട വീരം പുറത്തെടുത്തിരിക്കുന്നു. വി ജോയ് സഖാക്കളെ സാക്ഷി നിർത്തി, താൻ പണിയെടുത്ത പാർട്ടിയെ സാക്ഷി നിർത്തി. വി ജോയ് അടൂർ പ്രകാശിൽ നിന്ന് ഇതാ പ്രകാശം പരത്തി. ജോയ്ഫുള്ളായി ജോയ് 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 ഒന്ന് രണ്ടാക്കിയില്ലെങ്കിൽ നാണക്കേടാണ് ജോയ്. ജോയ് കമോണ്ടാ ജോയ്. ജോയ് ആണ് ഈ നിമിഷം താരം. ആറ്റിങ്ങലിലേക്കാണ് എല്ലാ കണ്ണുകളും. ശശി തരൂർ തിരുവനന്തപുരം ഉറപ്പിച്ചു. കേരളത്തിൽ ഒരു താമര വിരിഞ്ഞു, രണ്ടാം താമരയ്ക്ക് കേരളം ഇടം കൊടുത്തില്ല. ഇനി അറിയേണ്ടത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശും വി ജോയും തമ്മിലുള്ള കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഇഞ്ചോടിഞ്ചു പോരാട്ടം. നോക്കൂ യു പിയിലേക്ക്. രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി അതിദൂരം പിന്നിലാണ്, ബഹുദൂരം പിന്നിലാണ്. രാംലല്ല കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്നു. അഥവാ ഇന്ത്യ 1292 ജോയ് ജോയ് ജോയ്. എൻജോയ് ജോയ് ആറ്റിങ്ങലിൽ ലീഡ് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. എൻജോയ് വി ജോയ് എൻജോയ്. എന്താ നോക്കൂ, 1292 ജോയ് ലീഡ് ഉയർത്തിയിരിക്കുന്നു. LDFന്റെ കോളം പ്രേക്ഷകർക്ക് കാണാം. ഞങ്ങളുടെ മാജിക് ടാലിയിൽ 2 അക്കങ്ങളിലേക്ക് കടക്കുന്നു. 2 ഇടങ്ങളിൽ LDF, 2 ഇടങ്ങളിൽ LDF, 17 ഇടങ്ങളിൽ UDF, ഒരിടത്ത് മാത്രം NDA. 2 ഇടങ്ങളിൽ LDF, 17 ഇടങ്ങളിൽ LDF. മാനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ജോയിലൂടെ മാനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 1-ൽ നിന്ന് 2, 100% വിജയമാണ്. 100%. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1, ഇത്തവണ 2 മതി. കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ കഴിയാൻ പോണു. കഴിയാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ 1-ൽ നിന്ന് 2 വർദ്ധിപ്പിച്ചാൽ ഇരട്ടി വർധനവ്. സീറ്റിന്റെ കാര്യത്തിൽ ഇരട്ടി വർദ്ധിപ്പിച്ച് LDF എന്ന് പറയേണ്ടി വരും. 1-ൽ നിന്ന് 2. 1292 ആയിട്ടുള്ളൂ. വലിയ ആവേശമൊന്നും വേണ്ട. 1292 ജോയിയുടെ ഭൂരിപക്ഷം ഉയരുന്ന കാഴ്ച നോക്കൂ. പരാജയങ്ങളെ കുറിച്ച് വിശദമായി പഠനം നടത്തും. പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് തോമസ് ചാഴികാടനായിരിക്കും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, UPയിൽ BJPയുടെ 32 ലീഡ് ചെയ്യുന്ന ഇടങ്ങളിലും 4 സീറ്റുകളിൽ ഭൂരിപക്ഷം കേവലം 2000-ൽ താഴെ.